ഓവറോൾ പറയുകയാണെങ്കിൽ ബ്രില്യൻ്റ് ആണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു സംശയമില്ല. മാത്രമല്ല അത് പറഞ്ഞൊരു മെത്തേഡും നല്ലതാണ്. ഒരു സ്റ്റോറി റൈറ്ററുടെ എല്ലാ ലക്ഷണവും സ്റ്റോറി റൈറ്റർ മാത്രമല്ല സർ, എഡിറ്ററിന്റെയും ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. സീൻ അവിടെ കട്ടായി, ഇവിടെ കട്ടായി, എല്ലാവർക്കും ആ കട്ട് എല്ലാവർക്കും ഓർമ്മ ഉണ്ടായി, എല്ലാവർക്കും കിട്ടി. അത് കഴിഞ്ഞ് തിരിച്ച് ലൂപ്പിൽ കൊണ്ടുപോയപ്പോ ആ വാക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആ സിനിമാറ്റിക് വാക്ക് എന്ന് പറയില്ലേ, അത് സർ നമുക്ക് തിരിച്ച് ലൂപ്പിലേക്ക് പോവാം. തീർച്ചയായിട്ടും ഒരു നല്ല സ്റ്റോറി ടെല്ലറാണ്, സ്റ്റോറി മേക്കറുമാണ്. എന്ന് പറഞ്ഞാൽ കഥ ഉള്ളിലുള്ള ഒരാൾക്ക് മാത്രമേ ഇത്രയും വളഞ്ഞ രീതിയിലൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരാനൊക്കെ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മളിനി ഇതിനെ ഒരു തിരക്കഥയാക്കാനിരിക്കുമ്പോൾ ഈ പറഞ്ഞതിൽ തന്നെ ചില കാര്യങ്ങൾ സൂട്ടാവാതെ വരും, ചിലത് എക്സ്ട്രാ വേണ്ടി വരും. അതാണ് തിരക്കഥ. ഈ കഥയും തിരക്കഥയും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. ഇപ്പൊ പറഞ്ഞ കഥ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ എൻ്റെ കണക്കിനൊരു 40 മിനിറ്റ് സിനിമയേ ഉള്ളൂ ഇതിനകത്ത്. ഈ 40 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 40 മിനിറ്റും കൂടെ വേണ്ടി വരുമ്പോഴാണ് ഒരു കഥ നല്ലതാവുന്നതും ചീത്തയാവുന്നതും. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് സിനിമകൾ എപ്പോഴും 1 മണിക്കൂറിലും 1 മണിക്കൂർ 10 മിനിറ്റിലും വരുന്നതെന്ന് ചോദിച്ചാൽ അവർ കഥ സ്ട്രെച്ച് ചെയ്യില്ല. നമ്മൾ ഈ സ്ട്രെച്ച് ചെയ്യുന്നിടത്താണ് ഈ ഡ്രാഗിങ് മറ്റതും മറിച്ചതും ഒക്കെ വരുന്നത്. പിന്നെ ഒരു കോംപ്ലിമെന്റും കൂടെ പറയാം, ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഇന്ദ്രൻസിനെ ഇന്ന് വിളിച്ചിട്ട് ഇത് പറഞ്ഞു കൊടുക്കും, ഉറപ്പായിട്ടും പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടു, ഇന്ദ്രന്റെ പേര് പറഞ്ഞിട്ടാണ് അവര് പറഞ്ഞത്, അതുകൊണ്ട് ഇതിന്റെ കഥയുടെ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഞാൻ നേരിട്ട് പറഞ്ഞു തരാം. ആ പേര് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ആളുടെ ഇമാജിനേഷൻ നല്ലൊരു ഇത് കിട്ടി, അത് നല്ലൊരു കാര്യമായിരുന്നു. ഞാൻ കുറെ കാര്യങ്ങൾ മൂപ്പരെ ഹെയർ സ്റ്റൈൽ വരെ ഞാൻ ആലോചിച്ചു. ലിഷയ്ക്ക് ഈ കഥ എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ചെറിയ ഇതൂടെ പറയാം. ഇത് ഡെവലപ്പ് ചെയ്യേണ്ട 3 ഏരിയ ഉണ്ട്. ഒന്ന്, ഇന്ദ്രൻസിന്റെ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ആര് ചെയ്യുന്നോ അല്ലെങ്കിൽ ആ കഥാപാത്രം, ആ മാജിക് ഷോ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യണം. ഒന്ന്, കാരണം അത് ഇൻട്രസ്റ്റിംഗ് ആണ്. 2, ആ കുട്ടിക്കുള്ള സ്ത്രൈണം അത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യണം. അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആന്റണി എന്ന് പറഞ്ഞ ക്യാരക്ടർ. വളരെ ബ്രില്യൻ്റ് ആയിട്ട് ആ ക്യാരക്ടറിനെ കുറച്ചുകൂടി ഒന്ന് വലുതാക്കണം. ഇത് 3ഉം വലുതായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ 40 മിനിറ്റും കൂടി ഇതിനകത്തോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓക്കെ, അങ്ങനെ ആയിരിക്കണം ഈ കഥ വർക്ക് ചെയ്യണം. ആക്ച്വലി ആ സീൻസിലൊക്കെ, ഈ ടീച്ചേഴ്സ് ഉള്ള സീൻസിലൊക്കെ അയാളെ പ്രസൻസ് ഉണ്ട്, പക്ഷെ നമുക്കത് ആദ്യം പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആന്റണീന്റെ അവിടെ ഒന്നും വെക്കാതെ ആ സസ്പെൻസ് ആദ്യം പറയാം. ഇങ്ങനെയൊന്നും പറയണ്ട. അയാൾക്ക് ഇങ്ങനെയുള്ള ഒരു പെഡാഫിൽ അല്ലേ, പെഡാഫിൽ ഒരു പ്രോബ്ലം ഉള്ളതൊന്നും പറയണ്ട. അയാൾ വളരെ കുട്ടികളോടൊക്കെ വലിയ സ്നേഹമുള്ള ഒരാളായിട്ട് ഇങ്ങനെ പിന്നെ മൂവ് ചെയ്യുന്ന ഒരു രീതി കൊണ്ടുവന്നാൽ മതിയല്ലോ. പിന്നെ ഏറ്റവും എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു ബിലീവബിൾ ടോപ്പിക്കാണ് നിങ്ങൾ യുനോ, അതെങ്ങനെ അത് മാജിക്കിന്റെ കൂടെ കോർത്തതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ദാറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ പോയിന്റ്. ബിക്കോസ് അത് ഇട്ടു ആണായി, അതൊക്കെ നമ്മൾ അത് മാജിക് ആയിട്ടാണ് കാണുന്നത്. ലിഷ ചേച്ചി പറയുമ്പോൾ നമ്മളത് വിഷ്വൽ മാജിക് ആയിട്ടാണ് കാണുന്നത്. തീരെ പ്രതീക്ഷിക്കാത്ത ഈ ദിയാന്റെ ബിറ്റും കുറച്ച് വേണമെങ്കിൽ കൂട്ടാം. ഞാനിപ്പോ പറയാൻ വന്നതാണ്, അവരുടെ ഇന്റിമസി ഇച്ചിരി കൂടെ കൂട്ടാം. ആ പ്രണയമാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ചോട്ടെ, അങ്ങനെ ആവട്ടെ. പക്ഷെ അതല്ല. ബ്യൂട്ടിഫുൾ. വാട്ട് എ സർപ്രൈസ്. ലിഷ ചേച്ചി ഒരു ഹഗ്. ഞാൻ വരാം. സർ, നമുക്കിപ്പോ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തായാലും വളരെ ഗംഭീരമായ ഒരു കഥ കേട്ടൊരു സന്തോഷത്തിൽ നമ്മുടെ പ്രേക്ഷകരും. എന്റെ 2ാമത്തെ പടം ഞാൻ സൈൻ ചെയ്തു, അതിന്റെ സന്തോഷത്തിലാണ്. ഇതിൽ ഏത് കഥാപാത്രമാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഏതാണെങ്കിലും നീ എബ്രാം മാറാൻ പെണ്ണ് എബ്രാം ആണെങ്കിൽ ഞാൻ റെഡിയാണ്. ഐ ആം ടെലിംഗ് യു, ഒരു ആർട്ടിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയണം, ഐ എം റിയലി എക്സൈറ്റഡ്. എനിക്ക് ഒന്നൊരു ചാൻസ് തരുമോ?